സി ലവ് മേക്കിങ്ങിൽ ഫോർ പ്ലേ പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആഫ്റ്റർ പ്ലേ. ഭാര്യ അന്നേരം സ്നേഹിച്ച് നിങ്ങൾ സംതൃപ്തനായ ശേഷം തിരിഞ്ഞു കിടന്ന് കൂർക്കം വലിച്ച് ഉറങ്ങരുത്. അത് അവളോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയാണ്. After that, have a coffee, go for a drive, or just hug her. ഒന്ന് കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങും. പത്മ, പത്മ. ഞാൻ കുറേ ദിവസമായിട്ട് നിങ്ങളോട് ചോദിക്കണമെന്ന് വിചാരിച്ചിക്ക. നിങ്ങൾ എന്നെ എടി പത്മേന്നൊക്കെയല്ലേ വിളിച്ചോണ്ടെന്ന്? ഇതിപ്പോ എന്ന് മുതലാ പത്മ ഒക്കെ വിളിക്കാൻ തുടങ്ങിയേ? നമ്മളെ ബാലുശ്ശേരി ബസ് സ്റ്റാൻഡിനപ്പുറത്തെ ആ ടെക്സ്റ്റൈൽസിന്റെ പേരെന്തായിരുന്നു? കണ്ണങ്കാട്ട് ടെക്സ്റ്റൈൽസ്, സുബേറിന്റെ. കണ്ണങ്കാട്ട് ടെക്സ്റ്റൈൽസ്. അവിടുന്ന് 500 രൂപയ്ക്ക് മൂന്ന് സാരി വെച്ചിട്ട് നിനക്ക് വാങ്ങി തന്ന കാലം ഓർമ്മയുണ്ട? അതൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ബ്ലൗസ് ഫ്രീ അറ്റാച്ച്ഡ് ആയിട്ട് കിട്ടും. അവിടുന്ന് ഈ ശ്യാമല് ഭൂമികയും ഋതുകുമാറും ഒക്കെ ഇട്ട് തുടങ്ങിയപ്പോഴാ കറക്റ്റ് ഡേറ്റ് ഓർമ്മയില്ല? ഓർമ്മയില്ലല്ലോ. അപ്പൊ എനിക്ക് പത്മയെ ഓർമ്മയില്ല കേട്ടാ. അത് വിട്. ഇതെന്തേ കറ? അയ്യോ, അത് ഞാൻ പറയാൻ മറന്നുപോയതാ. അന്ന് നിങ്ങൾ കൽക്കട്ടയിൽ വന്നപ്പോ ഒരു സാരി വാങ്ങിക്കൊണ്ട് തന്നില്ലേ? സർവസാചി മുഖർജി എന്ന് പറഞ്ഞോരെ ഓള കളർ ഇളകിയതാ. സർവസാചി മുഖർജി അല്ല, സഭ്യസാചി മുഖർജി. രണ്ടായാലും ഓള കളർ ഇളകിയതാ. അത് ഓള. ഇടി സഭ്യസാചി മുഖർജി ഇസ് എ മാൻ, നോട്ട് എ വുമൺ. ഓനാ? ഓളല്ല. ഓൻ. എന്നാലും കളർ ഇളക ഒരു നീ വാഷിംഗ് മെഷീനിലിട്ട് കഴുകിയ? അതിടാൻ പാടില്ലായിരുന്നു, കൈകൊണ്ട് തിരുമ്പണ്ടിനു. ഡ്രൈ ക്ലീൻ അല്ലേ ഇതൊക്കെ ചെയ്യേണ്ടത്? എന്തെങ്കിലും ഒന്ന് കാട്ടിയൊന്ന് ശരിയാക്കിത്താ. നല്ലൊരു ഷർട്ട്. ഇത്ര വലിയ എൻ്റെ സാരി തിരുമ്പാൻ പറ്റൂലേ? ഇതാണ് എനിക്ക് 65,000 റുപ്യൻ്റെ സാരി വാങ്ങി തരരുതെന്ന് പറയുന്നത്. 65,000 റുപ്യക്ക് 65 സാരി വാങ്ങി 65 ദിവസം കൊടുക്കാനോ? ഇതിപ്പോ ഞാൻ എന്ത് കാട്ടിട്ട് പോക്കാനാ? ആഹാ, ഇതെപ്പോ എത്തി? പപ്പനെ പിക്കാൻ വരാൻ പറഞ്ഞിട്ട്. എടാ, ഊട്ടിന്ന് 6 hour ഡ്രൈവ്. അത് നീ ഒറ്റയ്ക്ക്. അത് റെസ്യൂമെന്റ് അല്ലേ? ഇനിയിപ്പോ അങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ. ചക്കരെ റിയലി വാണ്ട് ടു ഹഗ് യു. പക്ഷെ അപ്പടി വേർപ്പാണ്. ഞാനൊന്ന് കുളിച്ചിട്ട് വരാം. കുളിച്ചിട്ട് വന്നാ മതി. അമ്മ, ഡു യു ഹാവ് ഫോർക്ക് ആൻഡ് നൈഫ്? അതെ, ഈ ഊട്ടി ഉണ്ടല്ലോ, അത്ര നല്ല സ്ഥലമൊന്നും അല്ല കേട്ടോ. എന്തോറ്റി? ചെക്കൻ എന്തൊക്കെയോ പറയുന്നുണ്ട്. എനിക്കെൻ്റെ പഴയ അപ്പുനെ മതി. ഒരു ഫോക്കും സ്പൂണും ചോദിച്ചാനാണോ? അതൊരു തുടക്കം മാത്രമായിട്ട് എനിക്ക് തോന്നുന്നു. അല്ല, എന്താ PS5 PUBG എന്നൊക്കെ പറഞ്ഞാല്? എടി, അത് നമ്മുടെ പഴയ 70s കുട്ടിങ്കോലും ഒക്കെ തന്നെ. അതൊരു കമ്പ്യൂട്ടർ കയറ്റിന്നേ ഉള്ളൂ. നീ പേടിക്കല്ലേ? ഊട്ടിയിലെ കുട്ടികൾ എളുപ്പല്ലാട്ടാ. എളുപ്പല്ലാട്ടാ. ഇതിനെന്തോ ഒന്ന് ശ്രീധർ മാഷ് പറയലുണ്ടായിരുന്നല്ലോ. അന്യവൽക്കരണം. ചേച്ചി, നമ്മുടെ സാർ ഒരു കള്ള നാണയമാണ്. നിനക്ക് ഇത്തവണത്തെ ശമ്പളം തന്നില്ലടാ. എന്നെ അത്ര ചീപ്പായിട്ട് കാണരുത്. ഞാനൊരു മനഃശാസ്ത്രപരമായ അപഗ്രഥനമാണ് ഉദ്ദേശിച്ചത്. ഓ, സാർ അതാണോ ഉദ്ദേശിച്ചത്? അതെ, ഒള്ളി സൈക്കോളജിക്കൽ. പുള്ളിക്കാരൻ 3 ഭാഷയിലാണ് സംസാരിക്കാറ്. പത്മ ചേച്ചിയുടെ അടുത്ത് കോഴിക്കോടൻ ഭാഷ, ടോണി സാറിൻ്റെ അടുത്ത് കോട്ടയം, പേഷ്യൻ്റെ അടുത്ത് അച്ചടി ഭാഷ. ഇതിൽ ശരിക്കും യഥാർത്ഥ മാടമ്പള്ളിയിലെ മനോരോഗി ആരാണ് എന്ന് കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് ഞാൻ. എനിക്കെന്നാ നേരെ തിരിച്ചാ തോന്നുന്നത്. പത്മ ചേച്ചിയുടെ കോമഡി ഡയലോഗിന്റെ പിന്നിലാണ് യഥാർത്ഥ നാഗവല്ലി. എന്താടാ എടാ, നീ എന്തെങ്ങനെ നോക്കുന്നേന്ന്? നീങ്ക അതുക്കും മേലെ ലൈറ്റ് ആയിട്ട്. ചേച്ചി, ഞാനപ്പോ ഒളിഞ്ഞു നോക്കി എഴുതിയെടുത്തതെല്ലാം വെറുതെ. കഞ്ചാവ് വലിക്കാനും ലിബറേഷന്റെ മറയെന്തിന്? ഇതൊക്കെ ആര് തടയുന്നു? ഈ അവസരങ്ങൾ നഷ്ടപ്പെടുമ്പോ, അല്ലെങ്കിൽ അടുത്തുള്ളവർക്ക് എന്തെങ്കിലും തട്ടുകേട് ഉണ്ടാവുമ്പോ മാത്രം ഇവളുമാർക്ക് ഇളകുന്ന ഒരു ഫെമിനിസം ഉണ്ടല്ലോ. ആ ഫെമിനിസത്തിനോടാണ് എല്ലാ കാലത്തും എനിക്ക് പുച്ഛം. ഇത് ഡോക്ടർ രവിയുടെ സുഹൃത്തല്ലേ? അതെ, കോളേജിൽ ഒരുമിച്ച് പഠിച്ച. പ്രൊലിഫിക് യൂട്യൂബർ. ഓരോ വീഡിയോസിനും 1 million+ ആണ് വ്യൂസ്. മറ്റുള്ളവരെ ചീത്ത വിളിക്കാൻ വേണ്ടിയിട്ടാണല്ലോ മെജോറിറ്റി ഇതിലിരിക്കുന്നത്. ഈ ടോണിയുടെ വൈഫ് അമല, നിനക്കറിയും, സെന്റ് ട്രീസാസിൽ നമ്മുടെ കൂടെ ചുരുണ്ട പൊടി പൂച്ചക്കണി അമല. അമലയും അവരുടെ വീട്ടിലെ ആർക്കിടെക്റ്റും തമ്മിലൊരു സ്റ്റോമി അഫെയർ. ലോകം മുഴുവൻ അറിഞ്ഞിട്ട് ഇയാൾ അറിഞ്ഞിട്ടില്ല. വൺ ഡേ ഹി കോട്ട് എ പാൻസ് ഡൗൺ. ഒരു കുടുംബയോഗത്തിനിടയിൽ അവർ തറവാട് വീട്ടിൽ വെച്ചിട്ട് ചേട്ടനും ചേച്ചിയും കൂടെ മച്ചൻ്റെ മോളിൽ കയറിയതാ ഒരു ക്വിക്കിക്ക്. പഴയ വീടല്ലേ, മച്ച് പൊട്ടി താഴെ. അമലയും ആർക്കിടെക്റ്റും ഉടുതുണിയില്ലാതെ ഫുൾ ഫാമിലിയുടെ മുന്നിൽ എല്ലും പൊട്ടി. അന്ന് മുതലായി അയാൾ അത്ര സ്ത്രീ വിരോധിയായത്. അമലയുടെ എല്ല് പൊട്ടിയാ? പിന്നല്ലാണ്ട്
falling from that height, yeah. രണ്ടുപേരെയും ഫുൾ ടീമിന്റെ മുന്നിൽ കൂടെ ആ നിലവിളി ശബ്ദം ഇടൂന്നും പറഞ്ഞിട്ടാണ് കൊണ്ടുപോയത്. ഒരു എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പും വർത്ത് ഇറ്റ് അല്ല. ഐ മീൻ മെന്റലി ഇൻവോൾവ് ആവുന്നത്. നമ്മൾ വിചാരിക്കും ഫോർ ലൈഫ് ഇവന്മാരൊക്കെ നമ്മുടെ കൂടെ ഉണ്ടാവുമെന്ന്. നമ്മുടെ സ്മെല്ലും ടേസ്റ്റും കിട്ടിക്കഴിഞ്ഞാൽ ആ സെക്കൻഡിൽ ഇവന്മാർ സ്കൂട്ടാവാനുള്ള പ്ലാൻ ഇട്ട് തുടങ്ങും. സോൾമേറ്റിനെ കണ്ടെത്തി എന്നുള്ളൊരു ഫേക്ക് റിയാലിറ്റി ഉണ്ടാക്കി ഇവന്മാർക്കൊക്കെ വാച്ചും പെർഫ്യൂമും വാങ്ങാനും ഇവൻ്റെ ഒക്കെ ഭാര്യമാർക്ക് ആനിവേഴ്സറിക്ക് ഗിഫ്റ്റ് സെലക്ട് ചെയ്യാനും ഇവൻ്റെ ഒക്കെ കുഞ്ഞിനെ സ്വന്തം കുഞ്ഞിനെ പോലെ കാണാനും എന്തൊക്കെ കോമഡികളാ. ലാസ്റ്റ് നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ടിനെ തന്നെ സൈഡിലൂടെ വളച്ചു എന്നുള്ള ആ ഒരു തിരിച്ചറിവിൽ ബാക്ക് ടു ഹസ്ബൻഡിൻ്റെ അടുത്ത് പോയിട്ടൊരു ഷോ വേറെ. അത് വിട് തന്നെ, കഴിഞ്ഞതല്ലേ, പോട്ടെ. അല്ല ശരിക്കും ഇവിടെ എന്താ പ്രശ്നം? ഇത്രയ്ക്കൊക്കെ കുഴപ്പമുണ്ടോ ഇവിടെ ജീവിച്ചു പോവേ? അതെ, നമ്മുടെ ചേച്ചിക്ക് എന്തോ പറ്റിയിട്ടുണ്ട്. എവിടെയോ എന്തോ ഒരു കുഴപ്പം. യു മീൻ മാഡം പള്ളിയിലെ യഥാർത്ഥ മനോരോഗി? ഒന്നെങ്കിൽ കിങ് ആത്മഹത്യ ചെയ്യും, അല്ലെങ്കിൽ നകുലിനെ കൊല്ലും. നമുക്ക് നകുലനെ എങ്കിലും രക്ഷിച്ചേ പറ്റൂ. ജയ, ഒരു മിനിറ്റ്, ഒരു മെസ്സേജ് അയക്കണം. ഓക്കെ. ഓക്കെ, സോ പറയൂ. മൈ വൈഫ് ഈസ് ഹാവിങ് എ ലെസ്ബിയൻ റിലേഷൻഷിപ്പ്. ഓക്കെ. ഞാൻ മോസ്റ്റ്ലി ട്രാവലിംഗ് ആണ് സാർ. അവൾക്ക് വന്നുകൊണ്ടിരുന്ന ഒരു യോഗ ഇൻസ്ട്രക്ടർ, ദേ സംഹൗ ഗോട്ട് ഇൻവോൾവ്ഡ്. സത്യം പറഞ്ഞാൽ എനിക്ക് ആ റിലേഷനിൽ പ്രശ്നമൊന്നും തോന്നിയിരുന്നില്ല. ആണല്ലല്ലോ, പെണ്ണല്ലേ. എൻ്റെ വൈഫ് വളരെ ഫോർത്രൈറ്റ് ആയിരുന്നു അക്കാര്യത്തിൽ. അവൾ ഒളിച്ചു വെക്കാനൊന്നും നിന്നില്ല. പക്ഷേ ഇപ്പോഴത്തെ ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ, ഈ പറഞ്ഞ യോഗ ഇൻസ്ട്രക്ടർ അവരിവളുടെ കാര്യത്തിൽ ഭയങ്കര പൊസസീവ് ആവാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ വീട്ടിലുള്ള സമയങ്ങളിൽ വൈഫിന് മിഡ് നൈറ്റ് കോൾസ്, വീട്ടിലേക്ക് ലൈറ്റ്നിങ് വിസിറ്റ്സ്. ഇതാണ് ജയന്റെ വേർഷൻ. ഫുൾ കള്ളത്തരമാണ് സാർ. ഹീസ് എ പെർവേർട്ട്. മായ, മൈ യോഗ ഇൻസ്ട്രക്ടർ, അവളാണ് എന്നെ പലപ്പോഴും സേവ് ചെയ്യാറ്. ഹീ സ്മോക്സ് വീഡ്. കഞ്ചാവ് വലിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ കാണുന്ന ആളെയല്ല. ഹീ പേഴ്സസ് മീ ഫോർ വൈൽഡ് തിങ്സ്. ഓഫ് കോഴ്സ് ഇപ്പം ഞാനും മായും തമ്മിൽ ഫ്രണ്ട്ഷിപ്പിനേക്കാൾ മേലെയുള്ളൊരു ബന്ധമുണ്ട്. ബട്ട് അത് വെറും സെക്ഷുവൽ അല്ല. വി കണക്ട് ഓൺ എ കോസ്മിക് ലെവൽ, യു നോ. ആക്ച്വലി മായ എന്ന പുള്ളിക്കാരി എന്നെ കൊല്ലുമെന്ന് പേടിയുണ്ട് സാർ. വിഷം തന്നോ പാമ്പിനെ കൊണ്ട് കടിപ്പിച്ചോ, അതാണല്ലോ പൊതുവെയുള്ളൊരു ഇതിപ്പോൾ. നിങ്ങൾ രണ്ടുപേർക്കും ഒരു ഡിവോഴ്സിന് താല്പര്യമില്ലാത്തതുകൊണ്ടൊരു വയബിൾ സൊല്യൂഷൻ ഞാൻ പറയാം. ഓക്കെ. മായ, നിങ്ങളുടെ യോഗ ഇൻസ്ട്രക്ടർ ഇയാളെ കൊല്ലുമോ എന്ന പേടിയാണ് ചെയ്യുന്നത്. മായ ഇയാളെ ഉപദ്രവിക്കില്ല എന്നൊരു അഷുറൻസ് ദീപയ്ക്ക് കൊടുക്കാൻ പറ്റിയാൽ. മായ നിങ്ങളൊന്നും ചെയ്യില്ല. ഉറപ്പാണോ? പിന്നല്ലാതെ അവക്ക് വട്ടാണോ? മതി, അത് മതി. അത് മതി. There ends the matter. Okay? ഇത് തന്നെ സ്ഥിരം.